ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ സമയം 7 മണിയാണ് കേട്ടോ. അപ്പൊ 7 മണിക്കാണ് കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത്. കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അസൈൻമെന്റ് സെമിനാറുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു, കുറച്ച് നോട്ട്സ് എഴുതി. പിന്നെ യൂട്യൂബിലാണ് കേട്ടോ ക്ലാസ് അറ്റൻഡ് ചെയ്തത്, ക്ലാസ് കേട്ടത്. ആരും വോയിസ് അയക്കാനൊന്നും ഇല്ല. അപ്പൊ പിന്നെ യൂട്യൂബിലെടുത്ത് നോക്കി. നല്ല അടിപൊളി ക്ലാസ്. അപ്പൊ അതിങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇരുന്നിട്ടാണ് ബാക്കിയുള്ള റെഗുലർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. ഇനിയിപ്പോ എനിക്ക് ഇന്ന് കൊണ്ടുപോകാനുള്ള ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ഡയറ്റ് റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഏതിലാണ് അത് ഉണ്ടാക്കുന്നത്? കുറെ ദിവസമായി ആക്ച്വലി സാധനം വാങ്ങി വെച്ചിട്ട്. ഇനി വെച്ചാല് കേടുവരും. മറന്നു. ഈ ഞാനാണ് സെമിനാർ എടുക്കാൻ പോകണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. സ്വീറ്റ് കോണാണ് മെയിൻലി എടുക്കുന്നത്. പിന്നെ അടുത്തത് കുറച്ച് ഈ സാധനമുണ്ട്. ഈ സാധനം ചിക്കനാണ്. കുറേ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പനീർ എടുക്കാം. പനീർ നല്ല പ്രോട്ടീൻ ആണ്. സോ പനീർ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം, വെയിറ്റ് ലോസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾ വിചാരിച്ചതൊക്കെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. ഷുവർ. ചീസ്, ബട്ടർ ഒക്കെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. എന്താണ് KCH അപ്പോ അല്ല, എന്താ മറന്നു, അങ്ങനെ എന്തെങ്കിലും കഴിച്ചില്ല. അതിന് ഫുള്ളായിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളാണ് പോകുന്നത്. പിന്നെ അതേ നമ്മുടെ ചാമ്പട്ടൊക്കെ പറിച്ച് വെച്ച് ഇതാണ് കഴിഞ്ഞു. ഒരു സീസൺ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത സീസൺ വരെ അടുത്ത സീസൺ അല്ല, അടുത്തത് വരുന്നുണ്ട്. ബീൻസ് എടുത്തു. ക്യാരറ്റും ഒക്കെ വേണമെങ്കിൽ ഇടാട്ടോ. ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പോയി വലിയ സംഭവം. നമുക്ക് ഇമാദാച്ചി പോലെ ഉണ്ടാക്കാം. അതാകുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ മുളകുണ്ടോ? തക്കാളി എടുക്കാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്, കിം കാർഡാഷിയനിലെ സ്പേമിന്റെ ഫേഷ്യൽ കിറ്റ് കിട്ടിയെന്നാ പറയുന്നത്. അതിന് വന്ന ഡെർമറ്റോളജിസ്റ്റ് അത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതിന് മാത്രം ഒരു ഹൈപ്പ് കൊടുക്കാൻ ഈ സംഭവത്തിന് ഉണ്ടോ? അതിപ്പോ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ എന്താ സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ ഒരു സാൽമൺ സ്പേം വന്നിട്ട് നന്നായിട്ട് വൈറലാവാൻ പോകുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കും വൈറലാവാൻ വേണ്ടി മാത്രം ഇതിന് ഹൈപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കിയ സമയത്ത് ഡോക്ടർ ഷെത്തിനോട് ഒരു താങ്ക്സ് പറയാണ്ട് നമുക്ക് സംഭവം പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഡോക്ടർ ഷെത്തിന്റെ ബാക്ചോയ് ആൻഡ് PDRN ആംപ്യൂൾ സിറം ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഈ ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പൊ എങ്ങനെയാണ് സാൽമൺ സ്പേം ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ PDRN ആണ്. അതായത് PDR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ ഗ്രേഡ് ഇൻഗ്രീഡിയന്റ് ഡിറൈവ്ഡ് ഫ്രം പ്യൂരിഫൈഡ് സാൽമൺ DNA ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിന്റെ ഒരു ടെക്സ്ചർ കാണാം കേട്ടോ. ഇത് വന്നിട്ട് ഒരു റെവല്യൂഷണറി ആന്റി ഏജിങ് ആൻഡ് സ്കിൻ റീജനറേറ്റിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. എന്താണ് ഈ റെവല്യൂഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ട്രഡീഷണൽ സ്കിൻ കെയർ ഒക്കെ നമുക്ക് ജസ്റ്റ് സ്കിന്നിന്റെ സർഫേസിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. പക്ഷെ PDR വന്നിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് സ്കിൻ ഡീപ്പായിട്ട് നമ്മുടെ സെല്ലുലാർ ലെവലിലൊക്കെ പോയിട്ട് ഇതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്ത് അടിപൊളിയാക്കി തരും. അതായത് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് ലോങ് ടേം ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരു ബയോളജിക്കൽ മെക്കാനിസത്തിലൂടെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഏജ് ഡിഫൈങ് മാജിക്കൽ എലിക്സർ, അതായത് കൊളാജൻ പ്രൊഡക്ഷനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. അതിലൂടെ നമ്മുടെ സ്കിന്നിനെ റീജനറേഷൻ ചെയ്ത് നമുക്ക് ഫേസ് നല്ല പ്ലംപ് ആയിട്ട് യൂത്ത്ഫുൾ ആയിട്ട് ഉണ്ടാവും. ഇതിന്റെ ആന്റി ഏജിങ് പവർ കാരണം US-ലും കൊറിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഷെത്തിനോട് താങ്ക്സ് പറയണം. കാരണം ഇത്
ഇന്ത്യയിൽ നമുക്ക് എത്തിച്ചു തന്നേന് കേട്ടോ. ആൻഡ് ചെറി ഓൺ ടോപ്പ്, അതായത് ഇത് വന്നിട്ട് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ആണ്. പിന്നെ ഈ സിറം ബക്കുച്ചിയോൾ കൂടെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് നാച്ചുറൽ ആയിട്ടുള്ള റെറ്റിനോൾ ആണ് ഈ ഒരു സംഭവം. റെറ്റിനോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഇറിറ്റേഷനും ഇല്ലാതെ ഫൈൻ ലൈൻസിനൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ടെക്സ്ചറും നല്ലതാക്കി വെക്കും കേട്ടോ. മാർക്കറ്റിൽ നമുക്ക് കുറെ അധികം ആന്റി ഏജിങ് സിറംസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഡോക്ടർ ഷെത്തിന്റെ ഈ ഒരു പ്രൊഡക്റ്റും അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസും എന്തായാലും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഷെത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് എന്റെ കൂപ്പൺ കോഡായ STS 2025 എന്ന് കൊടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഫ്ലിപ്കാർട്ട്, നൈക്ക, ആമസോൺ, പർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ്. വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാൻ തോന്നുന്നു. സോറ് കൊടുക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പെട്ടെന്ന് സ്പീഡായിട്ട് മുട്ടിന് പൊട്ടിച്ചേരും. ഫസ്റ്റ് മുട്ട പോയാൻ പറ്റുന്നുണ്ട്. ഇനി ലൈറ്റർ മാറ്റിയില്ലേന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അല്ലേ? മാറ്റിയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊരാളാണ്. അതായത് രാവിലെ 8 മണി വരെ ഒരു രൂപം, 8 മണിക്ക് ശേഷം വേറൊരു രൂപം, അതുവരെയും വീട്ടമ്മ എന്ന റോള്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്റ്റുഡന്റ് ഒക്കെ മറക്കും. അങ്ങനെ മറക്കുന്നത് എല്ലാം മറക്കൊന്നുമില്ല. ഇന്നലെ ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോള് വന്നത് ഇക്കാൻ്റെ. അങ്ങനെ കോൾ എടുത്തപ്പോഴാണ് ഹയാന സ്കൂളിൽ നിന്ന് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ അവസ്ഥ. അങ്ങനെ തുമ്മല് വരുന്നു പോയി. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ കുറേ നേരം. അപ്പോൾ പിന്നെ ഒക്കെ പറഞ്ഞു കുഴപ്പമില്ല, ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും, അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞ്. പെട്ടെന്ന് നമുക്ക് വരാനും പറ്റൂലല്ലോ, ദൂരെയാണ്, ഇവിടുന്ന് 1 hour ഉണ്ട് കോളേജിന്. അങ്ങനെ കുറേ റിസ്കുകൾ ഉണ്ടാവും. പിന്നെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പല നേരത്തും ചിന്ത, ഇച്ചു ബേബി ബാത്റൂം പോവോ, വെള്ളത്തിൽ കളിക്കോ, വാഷ് ബേസിനിൽ കളിക്കോ, എന്തെങ്കിലുമൊക്കെ എടുത്ത് മുഖത്ത് തേക്കോ, ഇങ്ങനെ ഫുള്ള് ചിന്തകളായിരിക്കും. അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ പഠനം. അവര് പിന്നെ പക്കാ സ്റ്റുഡന്റ് ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങൾ ആലോചിക്കുന്നത്. ഒരു കൺസെൻട്രേഷനും ഇല്ല. നോർമൽ സ്റ്റുഡൻസിന് ചോദിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കും. സാലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാരറ്റ് ആണെങ്കിലും വെജീസ് എന്താണെങ്കിലും നമ്മൾ വലുതാക്കി തരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ, മടുപ്പ് തോന്നും. സെയിം ടൈം നമ്മളിങ്ങനെ കുഞ്ഞതാക്കിയിട്ടൊക്കെ അരിയാണെന്നുണ്ടെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മടുപ്പ് തോന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിക്കും, പിന്നെ അത് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ ഉണ്ടാക്കൂല, പിന്നെ നമ്മൾ നോർമൽ ഫുഡിലേക്ക് പോകും. അതിനേക്കാളും നല്ലത് ഇതിപ്പോ ഉണ്ടല്ലോ. നമ്മളിപ്പോ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും കഴിക്കാം. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അല്ലാതെ ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കണം, അസുഖങ്ങൾ അധികം വരാതിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഈ ക്യാരറ്റ്, ബീൻസ്, പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള സാലഡ്സ് കേട്ടോ. ഇനിയിപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിക്കാതിരിക്കണ്ട. എനിക്കിത് കഴിച്ചാലും മെലിയൊന്നും കൊണ്ട് കഴിക്കാതിരിക്കണ്ട, ഹെൽത്തിയാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഇങ്ങനെ ആക്കുന്നത് കേട്ടോ. ചിലർ ചോദിക്കുന്നുണ്ട്, സിലു എന്തിനാണ് ഇനിയും മെലിയുന്നത്, ഇനി എന്താ മെലിയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു ഏജ് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വിചാരിക്കാതെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ തടിവയ്ക്കും, കൊളസ്ട്രോള് കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് എനിക്ക് ഇതൊന്നും വരില്ല എന്നൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ എപ്പോഴും ഒരു പ്രിപ്പറേഷൻ എടുക്കുന്നത് നല്ലതല്ല. അടുത്തത് എന്താണ്ട് ഇതാണ് എന്റെ ഓർമ്മയുടെ പ്രശ്നം. പെട്ടെന്ന് കിട്ടുക കോളിഫ്ലവർ. അപ്പോഴേ
അപ്പോഴേക്കും നമുക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പൊരിക്കുന്നില്ല, ഇത് വേവിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ക്യാരറ്റും വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം, പക്ഷെ നിർബന്ധമില്ല. ഇത് അത്യാവശ്യം ഒരു വേവ് ആകുന്ന സമയത്ത് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന്റെ കൂടെ തന്നെ സ്വീറ്റ് കോണും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, വേവിക്കാനുള്ള വെള്ളം എടുക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ്, ഇപ്പൊ പൊട്ടിണ്ടാവും, ഉപ്പിട്ടെടുക്കണ്ട. മുട്ട ആവുന്നുണ്ട്, പൊട്ടി വന്നിട്ടുണ്ട്. പുറത്തത് അതിൻ്റെ കൂടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരും. നമ്മുടെ കുഞ്ഞു തക്കാളി ഇല്ലേ, യെല്ലോ കളറും റെഡും അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു വെളുത്തുള്ളിയാണ് മുഴുവനായിട്ട് നട്ടത്, അതിൻ്റെ എസൻസ് ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാണ് എപ്പോഴും മൂടി വെച്ച് കുക്ക് ചെയ്യാമ്പോൾ പെട്ടെന്നാവും ഗ്യാസിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇതിനനുസരിച്ച് മുളക് ഇട്ട് കൊടുക്കണം. നല്ല ജലദോഷമാണ്. ഈ മാതാച്ചിയുടെ മെയിൻ സംഭവം എന്താണെന്നറിയോ? നല്ല അടിപൊളിയായിട്ട് മുളകിടണം. അതാണ് അതിന്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. മുട്ട നമുക്ക് ഇതാക്കിയെടുക്കാം. ഫസ്റ്റ് കുക്ക് ചെയ്തിട്ട് പിന്നെ യൂണിഫോം ഇടാന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. അവസാനം ടൈമില്ലാതെ ബസ്സും പോയി, യൂണിഫോം ഇടാൻ പറ്റിയില്ല, കളർ ഡ്രസ് ഇട്ടിട്ട് ഓടേണ്ടി വന്ന്. ID കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഒരു എക്സാമിന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടത്. ID കാർഡ് ഇല്ലാതെ കയറ്റൂല. അപ്പൊ ID കാർഡ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടാന്ന് വിചാരിച്ചപ്പോൾ ID കാർഡ് മറന്നിട്ട് പോയി. എന്നിട്ട് ക്ലാസ്സിന് അവർ പറയുന്നുണ്ട് ID കാർഡ് ഇല്ല, ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ID കാർഡ് ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ സമ്മതിക്കൂല. കയ്യിൽ പിടിച്ച് വന്നവരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ID കാർഡ് ഇടുമെന്ന്. അപ്പൊ ഞാൻ വേഗം ID കാർഡ് കിട്ട പോലെ ഷോൾ കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉള്ളിൽ ID കാർഡ് ഉണ്ട് എന്ന് വിചാരിച്ചോട്ടെ നാട്ടു. ഇതാണ് എന്റെ അവസ്ഥ. എന്നോടാണ് ID കാർഡ് എങ്കിലും ഊരി വെച്ചിട്ട് കുക്ക് ചെയ്തൂടെന്ന് ചോദിക്കുന്നത്. മറക്കും. ഇവിടുത്തെ തിരക്കില് ലാസ്റ്റ് മിനിറ്റില് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ചിലപ്പോ ചെയ്യാൻ പറ്റി എന്നൊന്നും വരൂല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈമിങ് ഇതാവൂലേ, പിന്നെ ഇത്രയും ചെയ്ത് ആക്കി എടുക്കണ്ടേ. അപ്പൊ മിക്കവാറും എനിക്ക് പണി കിട്ടും. അങ്ങനെ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഈ മുളകില്ലാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഉണക്കമുളക്. അടുത്ത നമുക്ക് ക്യാരറ്റ്. മുളകില്ലാത്തതുകൊണ്ട് കുരുമുളക് പൊടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. മിക്കവാറും അതും കാര്യം നമ്മുടെ വീട്ടിലിരുന്നില്ല അവസ്ഥ ഇതാണ്. തൈരുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ആക്ച്വലി ഞാൻ ക്രീമാണ് കേട്ടോ ഇട്ടത്. നമ്മൾ കളിയാക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രീം കാണിക്കാതിരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ക്രീം വേഗം തീർത്തില്ലെങ്കിൽ അതാകെ നാശമായി പോകും. അങ്ങനെ നമ്മൾ പ്രാവശ്യത്തെ ബോക്സ് സക്സസ്ഫുള്ളി നശിപ്പിക്കാതെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചീസ് ചില്ലീസ് എടുക്കണം കേട്ടോ. കഴുകിയിട്ട് വരാം. ചില്ലീസ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഇളക്കി വെക്കാം. മുളക് ഇടാന്നുള്ള സങ്കടം മാറിയിട്ടുണ്ട്. പച്ചമുളക് കിട്ടി. അപ്പൊ നമുക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണത് എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല. പച്ചച്ചൂരടിക്കോന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒരു പച്ചമുളക്. ഓക്കെ, ഈ ഗ്രേവി ചിക്കൻ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റാഗി പൗഡർ ഇട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തുമണി എണീറ്റിരിക്കുകയാണ്.
ഇപ്പൊ അധികം കരച്ചില് കാര്യങ്ങള് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആള് ഭയങ്കര ഉഷാറാണ്. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാല് ഷിറ്റയില്ലേ ഒരുമ തരുമോ? ഒരുമതാ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാം തന്നെ. കൊടുക്കട്ടെ? എന്നിട്ട് വേറെ ബേബിന് വാങ്ങട്ടെ? ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറോട് പറയാം ഈച്ച് ബേബി പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല. അനുസരിക്കോ? നമ്മതാ മണിക്കൊരു സാധനം തരട്ടെ. കുട്ടികളെ ഒതുക്കി നിർത്താൻ ചോക്ലേറ്റ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. അതുപോലെയുള്ള മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങിച്ചു. ഞാൻ മുന്തിരി ഇങ്ങനെ വാങ്ങിയേക്കും. എന്നിട്ട് ഇത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിച്ച് അവർക്ക് കൊടുക്കും. അപ്പൊ അവർ നിന്നാണ്ട് ഒതുങ്ങിയിരിക്കും. എപ്പോ എടുത്തത് ഇച്ചു ബേബിക്ക് കൊടുക്കാനും നമ്മളെ ഈ ഒരു സംഭവത്തിൽ ഇടാനും വേണ്ടിട്ട്. നിനക്ക് വേണ്ടേ? അത് നിനക്ക് വേണ്ടാത്ത ഒന്ന് പിടിക്കുന്ന എന്നാ ഇതാ. അപ്പൊ പനിയാണത്ര. അതേ മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മധുരം കടിക്കാൻ കിട്ടണതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്നത്. നന്നായിരിക്കും. പൊരിച്ചിട്ട് ഇട്ട് കൊടുത്താലും സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഉപ്പൊക്കെ റെഡി ആയിട്ടുണ്ടോ നോക്കത്തില്ല. ലാസ്റ്റ് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെറ്റ്. ഇതിലേത് നമ്മൾ പൊരിച്ചിട്ടോ ഒന്നുമില്ല. സോ വെരി ഹെൽത്തി. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിലേക്ക് പൊള്ളുണ്ടാകുമ്പോൾ പൊരിക്കാം. പൊള്ളി കുത്തേ. ഇത് ടിഫൻ ആക്കണം കേട്ടോ. പഴം വെക്കുന്നുണ്ട്. ഒരു 2 ഈത്തപ്പഴം, ബദാം, ഈത്തപ്പഴം. ഇച്ചുമാർക്ക് ഞാന് ഫുഡ് തരട്ടെ? നല്ല ടേസ്റ്റി സാലഡ്. ഓക്കെ, കുറച്ച് തിന്നാൻ നീ അങ്ങനെ ഇഷ്ടപ്പെടും. തിന്നും നീ അങ്ങനെ തിന്നും എന്ന് പറയാൻ ഇഷ്ടപ്പെടും പറഞ്ഞത്. മുട്ടയുണ്ട്. ഓക്കെ, ചുമക്ക് നല്ല ടേസ്റ്റ് കഴിച്ചു. ഇങ്ങനെ ഇഷ്ടായോ? വെള്ളം വാട്ടർ ബോട്ടിൽ എന്നാണ് ഉദ്ദേശിച്ചത്. വെച്ചില്ലാന്ന് നെയ് മറന്നു പോകും. ഇതും കൂടെ ക്ലാസ്സിൽ കൊണ്ടു. ഞാനത് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് വന്നു. പക്ഷെ ഈ ഇത് സംഭവം മറന്നാല് നല്ല പണി കിട്ടും. കാരണം ഈ അസൈൻമെന്റ്സ് അല്ല ഈ സെമിനാർ പെട്ടെന്ന് തീർക്കണം. ഞാനും മനോണ് എപ്പോഴും ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. ലാസ്റ്റ് വരെ നമ്മുടെ ടേൺ വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ മാം പറയുന്ന സമയത്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കും. അപ്പൊ ഇന്ന് തീർക്കണം എന്നാണ്. 2 അസൈൻമെന്റ് ഒന്നിച്ച് തീർക്കണം. അസൈൻമെന്റ് അല്ല, സെമിനാർ. അപ്പൊ വെള്ളത്തിലില്ലേ ഞാനിപ്പോ ചിയാസീഡ് ഇതിലാണ് പോണത് കേട്ടോ. ജസ്റ്റ് ഇതിൽ കുറച്ച് കൊള്ളുള്ളൂ. ബട്ട് നല്ല രസമാണ് ഇത് കുടിക്കാൻ. അമ്മി പോകുന്ന തിരിഞ്ഞിരിക്കാം. അമ്മി പോട്ടെ? അമ്മി പോയിട്ട് വരട്ടെ? അഭി പോയോ? അമ്മിനെ വിട്ടിട്ട് പോയോ? അഭി
ഇറങ്ങാം. അല്ലെങ്കിൽ ആ ബസ് മിസ്സാവും. ചമിക്കാം. ബുക്കുകളുടെ കനമൊക്കെ കൂടി എനിക്ക് വൈകി എടുത്തിട്ട് പോകാൻ എന്തൊരു വെയിറ്റ് ആണെന്നറിയോ. അപ്പൊ ഓക്കെ, ഞാൻ റെഡിയായി ഗൈസ്. ബൈ ബൈ. ടാറ്റാ ടാറ്റാ. ശരി. ടാറ്റാ. അപ്പോൾ അതേ ഞാൻ കോളേജിൽ പോകാനും വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്യുന്നത് വന്നിട്ട് എത്രാം തീയതിയാണെന്നറിയോ? 20-ാം തീയതി. നോമ്പ് 19-ഓ 20-ഓ ഒക്കെ ആയിട്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സൺ കിസ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാൻ വേണ്ടി വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റിൽ ഫസ്റ്റ് വീട്, ആ ചാലിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വീട്, അത് എത്രയും പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ വീടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് പറഞ്ഞിട്ട് ഒരുപാട് പേര് തപ്പി നടന്ന് കോൺട്രാക്ടറിനെ കണ്ട് സംസാരിച്ചൊക്കെ ഏൽപ്പിച്ചു. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അളക്കാൻ വരാൻ വില്ലേജിൽ നിന്ന് വരണം. പക്ഷെ ഇവര് പോയിട്ട് പറഞ്ഞപ്പോൾ ഒരു റെസ്പോൺസും ഇല്ല, അതൊന്നും വരാൻ പറ്റൂല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല എങ്ങനെയാണ് മനുഷ്യന്മാര് ജീവിക്കുക. എങ്ങനെയൊക്കെ ആണെങ്കിലേ കറക്റ്റായിട്ട് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അളന്നു കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് കെട്ടാനും ഒരു പ്രശ്നത്തിലേക്കൊന്നും പോവാതെ എപ്പോഴും അവർക്കൊരു സമാധാനത്തോടെയുള്ള ഒരു ലൈഫ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എത്രയൊക്കെ ഇതിന്റെ പുറകെ ഓടി അമ്മേ, എന്റെ മൊബൈല് വീണ്. മൊബൈല് ഞാൻ ജനലില് വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നിൽക്കുന്നില്ല ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഓരോരോ അവസ്ഥകൾ. സ്റ്റാൻഡ് പൊട്ടിയിട്ട് കുറേ ദിവസമായി. നമ്മുടെ ട്രൈപോഡ് പൊട്ടിയിട്ട് അതൊന്ന് വാങ്ങാൻ പോകാൻ പോലും പറ്റിയിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിൻ്റെ ഇടയിലാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് ഇത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഓടി നടന്ന് ചെയ്തപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും എല്ലാം എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റ് ആവല്, കറക്റ്റ് ടൈമിനൊന്നും ചെയ്ത് കിട്ടായിക, ഇങ്ങനെ കുറേ പ്രോബ്ലംസിൽ ഇപ്പോൾ പെട്ട് നിൽക്കണേ. എത്രയും പെട്ടെന്നൊന്ന് റെഡിയായി കിട്ടാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് എന്നെ തന്നെ കാണുന്നില്ല വീഡിയോയിൽ, ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അപ്ഡേഷൻസ് ഓരോരുത്തർ ചോദിക്കണോണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ അത് പൊളിച്ചിട്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പൊളിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഷെഡ് കാര്യങ്ങളൊക്കെ പൊളിച്ച് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം അവർ താമസിക്കുന്നത്, അമ്മ താമസിക്കുന്നത് ഒരടുത്ത വീട്ടിലാണ്. അടുത്ത വീട്ടിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് സേഫായിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ ഈ ഓടി നടക്കുന്നത്. ഇനിയിപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിലുള്ള ഈ പ്രവർത്തനങ്ങൾ എത്രത്തോളം നീണ്ടുപോകുന്നോ എന്താവുന്നോ ഒന്നും അറിയില്ല. അത് ഒന്നും ആവാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ കെട്ടാനും പറ്റൂലല്ലോ. അപ്രൂവല് കാര്യങ്ങളും ഒക്കെ കിട്ടണം. ഒരു ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അതും കാശില്ല അല്ലെങ്കിൽ സമൂഹത്തിലൊരു അന്തസ്തില്ല എന്നുണ്ടെങ്കിൽ അവര് കുറച്ച് കഷ്ടപ്പെടണം എന്നുള്ള പോലെയാണ് ഈ സമൂഹത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു ഇത്. എനിക്കങ്ങനെ തോന്നുന്നത്. നിനക്ക് പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉള്ള കാര്യം, എനിക്ക് അനുഭവിച്ച, നമുക്ക് ഫീലായ ആ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറയണമെന്ന് മാത്രം. അങ്ങനെ പൈസ ഇല്ലാത്തവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണമല്ലേ. ഇനിയിപ്പോൾ എങ്ങനെ അത് ഫാസ്റ്റ് ആക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. വേറെ ആരെങ്കിലും വെച്ച് അളക്കാൻ പറ്റുമോ അതും അറിയില്ല. അളന്നിട്ട് നമുക്ക് അവർക്ക് അതിൽ പട്ടയം കിട്ടിയിട്ടുണ്ട്. 10-30 വർഷമായിട്ട് അവിടെ താമസിക്കണോണ്ട് തന്നെ പട്ടയം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്ന് അളന്ന് നമുക്കൊന്ന് കുറ്റിയടിച്ച് കിട്ടിയാലേ നമുക്ക് അതിനനുസരിച്ച് കെട്ടാനൊക്കെ പറ്റുള്ളൂ. ഒരു 500 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉള്ള ഒരു വാർപ്പ് വീടാണ് നമ്മൾ എടുത്തു കൊടുക്കാനും വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആരെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ നല്ല പിടിപാട് കാര്യങ്ങളുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട്. എൻ്റെ അത്ത ഉണ്ടെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ അത്ത ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം റെഡിയാക്കി തന്നെ മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട്. അപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ശരിക്കും നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലൊന്ന് ചെയ്തു തന്നാൽ ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് അളക്കാൻ ആൾക്കാരെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ഒന്ന് പെട്ടെന്നായി കിട്ടുകയാണെങ്കിൽ ഭയങ്കര വലിയ ഉപകാരമാവും. അപ്പോൾ ഇതാണ് അപ്ഡേഷൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.